വേറെ ഏതൊരു ഡാൻസ് എന്തെങ്കിലും ആളുകൾ കിട്ടാറുണ്ട്. എന്നാൽ ഒരു പ്രസംഗം കേൾക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇത്രയും അധികം ആളുകൾ ഇവിടെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്കെല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ചിന്തിക്കുവാനുള്ള ഒരു മനസ്സുണ്ട് എന്നതാണ്. ആ ഒന്നിച്ചിരുന്ന് ചിന്തിക്കുന്ന മനസ്സിനെയാണ് സംസ്കാരം എന്ന് പറയുന്നത്. സംസ്കാരം എന്ന് പറയുന്നത് ഒരുമിച്ച് ചേർത്തിട്ട് ഹൃദയവും മനസ്സും ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധിയോടുകൂടി സംസ്കരിക്കുക എന്നതാണ്. എന്താണ് ഈ ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധി? എന്താണ് ത്യജിക്കേണ്ടത്, എന്താണ് ഗ്രഹിക്കേണ്ടതെന്ന് തിരിച്ചറിവ്. ഇതിനെ കേട്ടിട്ട് ഇതിനെ തള്ളേണ്ടത് എന്താണെന്നും ഇതിനെ കേട്ടിട്ട് ഇവിടെ സൂക്ഷിക്കേണ്ടത് എന്താണെന്നുമുള്ള തിരിച്ചറിവാണ് സംസ്കാരം. പക്ഷെ ഇപ്പോ ആധുനിക സംസ്കാരം വഴിവഴിച്ചു പോകുന്നു എന്ന് പറയാൻ കാരണം പലതും ഇതിലെ കേട്ടിട്ട് ഇവിടെ വെക്കേണ്ടത് എന്ത് ചെയ്യുന്നു, ഇതിലെ തള്ളിക്കളയാണ്. ഇതിലെ കേട്ടിട്ട് ഇതിലെ തള്ളിക്കളയേണ്ടത് എന്ത് ചെയ്യുന്നു, വീടെടുത്ത് വെക്കുക. ഇതാണ്. അതുകൊണ്ട് ആ സംസ്കാരം നശിക്കുന്നത്. ശവസംസ്കാരം എന്ന വാക്ക് എങ്ങനെയാ വന്നതെന്നറിയാമോ? ശവസംസ്കാരവും സംസ്കാരവും തമ്മിൽ എന്താ ബന്ധം? ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ ശരീരം വേണ്ടല്ലോ, അത് ഒഴിവാക്കണം. അത് പഞ്ചഭൂതങ്ങൾക്ക് കൊടുക്കണ്ടേ? പൃഥ്വിത്തേജോ വായുവാകാശങ്ങൾക്ക് കൊടുക്കണം. പൃഥ്വി എന്ന് പറഞ്ഞാൽ ഭൂമി, ഭൂമിയിലല്ലേ സംസ്കരിക്കുന്നത്. അഗ്നി തീയിൽ ദഹിപ്പിക്കുന്നു, ദഹിപ്പിക്കുമ്പം വായുവിന് അതിന്റെ ഗന്ധം കിട്ടുന്നു, ആകാശത്തിന് അതിന്റെ ധൂമം പുക കിട്ടുന്നു. പക്ഷെ ഒരാൾക്ക് കിട്ടിയിട്ടില്ല. പഞ്ചഭൂതങ്ങളിൽ ഒരാൾ ബാക്കിയുണ്ടല്ലോ ഇനി, വെള്ളം അല്ലേ? അതുകൊണ്ടാണ് ഭസ്മം, ചിതാഭസ്മം വെള്ളത്തിൽ ഒഴുക്കുന്നത്, പിണ്ണോ നീര് ഒഴിപ്പിക്കുന്നത് വെള്ളത്തിനും കൊടുക്കുന്നു. നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളിൽ നിന്ന് വന്നതാണ്. രാമായണത്തിൽ ഒരു സുന്ദരമായ വരിയുണ്ടല്ലോ, ത്വന്മാംസരക്താസ്തി വിൺമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം. ത്വക്ക്, മാംസം, രക്തം, അസ്ഥി, വിൺമൂത്രം, വിസർജ്യ വസ്തുക്കൾ, രേതസ്, ഹോർമോണുകൾ, ഈ അഞ്ചും പഞ്ചഭൂതങ്ങളിൽ നിന്ന് വന്നതാണ്. ആ പഞ്ചഭൂതങ്ങളിൽ നിന്ന് വന്നത് പഞ്ചഭൂതങ്ങൾക്ക് തിരിച്ചു കൊടുക്കുക. തിരിച്ചു കൊടുക്കുക. പക്ഷെ അത് കൊടുക്കുമ്പോ അദ്ദേഹം വീട്ടിന്റെ അകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഫിക്സഡ് ഡിപ്പോസിറ്റിന്റെ സർട്ടിഫിക്കറ്റ് തീയിലിട്ട് കത്തിക്കുവോ? ഇല്ലല്ലോ. അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന ഒസ്യത്ത് രേഖ തീയിലിട്ട് കത്തിക്കുവോ? ഇല്ലല്ലോ. അദ്ദേഹത്തിന്റെ സ്നേഹവും ഓർമ്മകളും നല്ല ഉപദേശങ്ങളും അദ്ദേഹത്തിന്റെ നല്ല നല്ല കർമ്മങ്ങളും നമ്മൾ എടുത്ത് ഹൃദയത്തിൽ വെക്കൂലേ? അപ്പൊ ആവശ്യമില്ലാത്തത് ഒഴിവാക്കുക, ആവശ്യമുള്ളത് എടുക്കുക. അതാ ശവസംസ്കാരം. പിടികിട്ടിയോ? സംസ്കാരം എന്താണെന്ന് മനസ്സിലായോ? ഈ സംസ്കാരം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? പക്ഷിമൃഗാദികൾക്ക് സംസ്കാരമില്ല. അവർ വസ്ത്രം ധരിക്കുന്നില്ല, അവർ കൃഷി ചെയ്യുന്നില്ല, അവർ സമ്പാദിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അവർക്ക് സംസ്കാരമില്ല എന്ന് പറയുന്നത്? അവർക്ക് കൂട്ടായ്മയോടുകൂടി ഇരുന്നിട്ട് അവർ ചിന്തിക്കാറില്ല എന്നതുകൊണ്ടാണ്. സ്വന്തം പേര് പോലും ഒരു പക്ഷിമൃഗാദികൾക്കും അറിയില്ല. നായ്ക്കറിയോ? നായയുടെ പേര് നായയാണെന്ന് അറിയില്ല. താൻ ആനയാണെന്ന് അറിയുന്ന ആന ലോകത്തെവിടെയും ഇല്ല. ഈ ലോകത്തിലുള്ള സകലതിനും പേരിട്ടത്, ഭൂമിക്ക് ഭൂമി എന്ന് പേരിട്ടത്, സൂര്യന് സൂര്യൻ എന്ന് പേരിട്ടത് നമ്മളാണ്. നമുക്ക് പേരിട്ടത് നമ്മളാണ്. നമുക്ക് എങ്ങനെയാണ് ആ സംസ്കാരം ഉണ്ടായത്? നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ്. ആ ചിന്തയാണ് ഏറ്റവും പ്രധാനം. ആ ചിന്തയിൽ നിന്നാണ് ദൈവം വിശ്വാസവും ഉടലെടുക്കുന്നത്. ദൈവവും വിശ്വാസവും ഉടലെടുക്കുന്നത് പാറക്കെട്ടുകളിലല്ല, വിഗ്രഹങ്ങളിലല്ല, അമ്പലങ്ങളിലല്ല. ചന്തമേറിയ പൂണിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും അന്തചാരു കടാക്ഷമാലകൾ അർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ചിന്തയാകുന്ന മണിമന്ദിരത്തിൽ വിളങ്ങുന്ന ഈശ്വരനെ വാഴ്ത്താനാണ്
നമുക്ക് കുമാരനാശാൻ പാട്ട് പാടി പ്രാർത്ഥന, പണ്ട് സ്കൂളിലെല്ലാം എല്ലാവരും പാടിയ പ്രാർത്ഥനയാണിത്. ആ ചിന്തയുടെ വികാസമാണ് ഭക്തി. ഭക്തി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഭക്തി എന്ന വാക്ക് എങ്ങനെയുണ്ടായി അറിയുമോ? ഭക്തി എന്ന് പറഞ്ഞാൽ നേർച്ച കൊടുക്കുന്നവൻ, പ്രദക്ഷിണം വെക്കുന്നവൻ, നമസ്കരിക്കുന്നവൻ, ചന്ദനം തൊടുന്നവൻ, ഭസ്മം തൊടുന്നവൻ, കറുപ്പ് ധരിക്കുന്നവൻ, ഇവരെല്ലാം ഭക്തി എന്ന് തെറ്റിദ്ധാരണ വേണ്ട. ആരാണ് ഭക്തൻ? ഭക്തൻ എന്ന് പറഞ്ഞാൽ ഭാ എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നാണ് അർത്ഥം. ശോഭക്കാണ് ഭാ എന്ന് പറയുന്നത്. മനസ്സിലായി? ഭഗവാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഭായിലേക്ക് ഗ എന്ന് പറഞ്ഞാൽ ഗമിക്കുക, പോവുക. ഗംഗ എന്ന് ഒരു പുഴക്ക് പേരില്ലേ? എങ്ങനെയാ ഗംഗക്ക് ഗംഗ എന്ന് പേര് വന്നത്? ഗം എന്ന് പറഞ്ഞാൽ പോയത്, ഗ എന്ന് പറഞ്ഞാൽ പോകുന്നത്. ഗംഗ എന്ന് പറഞ്ഞാൽ ഗമിച്ച വഴിയെ ഗമിക്കുന്നത്, വഴിമാറാതെ ഒഴുകുന്നവളെല്ലാം ഗംഗയാണ് എന്ന് പറഞ്ഞാൽ തോണിക്കടവ്, ചന്ദ്രഗിരി പുഴ നമ്മുടെ നാട്ടിലെ ഗംഗയാണ്. വഴിമാറി ഒഴുകാറുണ്ടോ? പണ്ട് മുതലേ ഒഴുകുന്ന വഴി. മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പും ഈ പുഴ ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മുത്തച്ഛന്മാരുടെ മുത്തച്ഛന്മാരെക്കാൾ പ്രായമുള്ളതാണ് പുഴ. അതുകൊണ്ട് പുഴയെ കാണുമ്പോ അതിനെ അപമാനിക്കരുത്. ഉത്സവം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോ കുട്ടികൾ ലേസും ഐസും വാങ്ങിയിട്ട് അതിന്റെ പാക്കറ്റ് പുഴയിൽ എറിയുന്നത് സ്വന്തം അപ്പൂപ്പന്റെ നെഞ്ചത്ത് ചവിട്ടുന്നതിനേക്കാൾ മാരകമാണ്. അതുകൊണ്ട് ആ ഭാരത സംസ്കാരം പുഴയെ ധ്യാനിച്ചത്. ഗംഗയാറു പിറക്കുന്നു ഹിമവൻ മലയിൽ, പമ്പയാറു പിറക്കുന്നു ശബരിമലയിൽ, പൊന്മല നമ്മുടെ പുണ്യമല, പമ്പ നമ്മുടെ പുണ്യനദി. നമ്മുടെ ക്ഷേത്രങ്ങളിൽ പോകുന്നതിന് ആരെങ്കിലും ക്ഷേത്രാടനം എന്ന് പറയാറുണ്ടോ? ക്ഷേത്രങ്ങൾ കാണാൻ പോകുന്നതിന് എന്താ പറയാ? ക്ഷേത്രാടനം അല്ല, തീർത്ഥാടനം എന്നാ. എന്താണ് തീർത്ഥാടനം? തീർത്ഥാടനം എന്താണ്? ഗൾഫ് നാടുകളിൽ പുഴയില്ല, മഴയില്ല. പക്ഷെ മറ്റന്നാൾ ഈ ഡിസംബർ 27-ാം തീയതി കുവൈറ്റിൽ ഞാനൊരു പ്രസംഗത്തിന് പോകുന്നുണ്ട്. ആ പരിപാടിയുടെ പേര് തീർത്ഥാടനം എന്നാണ്. തീർത്ഥാടനം. ഈ തീർത്ഥം എവിടെയാണ്? ആന്തരികമായ ഒരു തീർത്ഥമുണ്ട്, പരിശുദ്ധ. നമ്മുടെ എല്ലാ വൃത്തികേടുകളെയും കഴുകിക്കളയാൻ, അതാണ് തീർത്ഥം കൊണ്ട് കഴുകിക്കളയുന്നതാണ് തീർത്ഥാടനം. ആ തീർത്ഥാടനം തീർത്ഥങ്ങളാണ്, പുഴയാണ്. അതുകൊണ്ടാണ് കുളിക്കുന്നതിന് മുമ്പ് വെള്ളമെടുത്ത് എന്റെ തലയിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് പലരും ചെയ്യാറുണ്ട്. ഗംഗേജ യമുനേ ജൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു. എന്നിട്ട് ആ വെള്ളം അങ്ങോട്ട് തന്നെ ഒഴിച്ചിട്ട് മാത്രമേ തലയിൽ നോക്കി ഒഴിക്കാറുള്ളൂ. എന്ന് പറഞ്ഞാൽ തീർത്ഥം ഗമിക്കുക. നമ്മുടെ ഈ പുഴ, ചന്ദ്രഗിരി പുഴ, തോണിക്കടവ് പുഴ നമ്മുടെ ഗംഗയാണ്. നിങ്ങളുടെ വീടിന്റെ മുന്നിലുള്ള തോട് നിങ്ങളുടെ യമുനയാണ്. അപ്പൊ ഗംഗ എന്ന് പറഞ്ഞാൽ ഗം പോയത്, ഗ പോകുന്നത്, ഗമിച്ചതിലേ ഗമിക്കുന്നത്. ഭ എന്ന് പറഞ്ഞാൽ പ്രകാശം. പ്രകാശത്തിലേക്ക് ഗമിപ്പിക്കുന്ന, കൊണ്ടുപോകുന്നവനെ ഭഗവാൻ എന്ന് പറയും. മനസ്സിലായോ? ഭഗവാൻ. ആ ഭഗവാൻ പ്രകാശത്തിലേക്ക് കൊണ്ടുപോകുന്നവനാണ്. അതാണ് ഈ വിളക്ക്. അയ്യപ്പൻ വിളക്ക്, ആഴി പൂജ, അയ്യപ്പൻ വിളക്ക് അല്ലേ? വെളിച്ചവും ദൈവവും. വെളിച്ചമാണല്ലോ ദൈവം. അഗ്നിർദേവോ ദ്വിജാതീനാം മുനീനാം ഹൃദിദൈവതം പ്രതിമാം അപ്രബോധീനാം സർവത്ര സമദർശിനാം. അഗ്നിർദേവോ ദ്വിജാതീനാം, ബ്രാഹ്മണർക്ക് അഗ്നിയിലാണ് ദൈവം. മുനീനാം ഹൃദിദൈവതം, മുനിമാർക്ക് ഹൃദയത്തിലാണ് ദൈവം. പ്രതിമാം അപ്രബോധീനാം, പണ്ഡിതന്മാരല്ലാത്ത നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് പ്രതിമയിലാണ് ദൈവം. സർവത്ര സമദർശിനാം, സമദർശികൾക്ക് എല്ലായിടത്തും ദൈവമാണ്. അയ്യപ്പസ്വാമിമാരുടെ പ്രത്യേകത എല്ലായിടത്തും ദൈവത്തെ കാണുന്നവരാണ്. എന്നിലും നിന്നിലും എല്ലായിടത്തും ദൈവമുണ്ട്. സമദർശികളാണ്. ഇത് ഈശാവാസ്യം എന്ന് പറയുന്ന ഉപനിഷത്തിൽ നിന്നുണ്ടായ ആ ഭാരത സംസ്കാരം ലോകത്തിന് സംഭാവന ചെയ്ത് ഏറ്റവും മഹത്തായ 3-4 ദർശനങ്ങളുണ്ട്. അതിലൊന്ന് ഈശാവാസ്യം ഇതം സർവം എന്നതാണ്. രണ്ടാമത്തത് ആ ശ്ലോകത്തിന്റെ 4-ാമത്തെ വരി തേന തെക്തേന ഭുഞ്ജീത എന്നാണ്. മറ്റൊന്ന് ഇതം ന മമ എന്നാണ്.
മറ്റൊന്ന് ചാന്ദാഗ്യോപനിഷത്തിലെ തത്വമസി എന്നതാണ്. ഇതൊക്കെയാണ് നമ്മൾ. പിന്നെ അദ്വൈതമാണ്. രണ്ടല്ല, ഞാനും നീ ഒന്നാ. തലേ ദിവസം വരെ വെള്ളടിച്ച് തെരഞ്ഞ ആളായാലും ഉടുപ്പ് മാറി കഴുത്തിലൊരു മാലയിട്ട് കറുപ്പ് ധരിച്ചാൽ ആരായി? അയ്യപ്പനായി, സ്വാമിയായില്ലേ? എല്ലാവരിലും ദൈവമുണ്ട് എന്നാണ്, എല്ലായിടത്തും ദൈവമുണ്ട് എന്നാണ്. അതാണ് ഈശാവാസ്യം ഇതം സർവം. അപ്പൊ എല്ലായിടത്തും ദൈവമുണ്ട്. ആ ദൈവത്തെ കാണാൻ, അതാണ് സർവത്ര സമദർശിന. വെളിച്ചമാണ് ദൈവം. ഭാരതത്തിൽ ആദ്യം പ്രാർത്ഥിച്ചത് എന്താണ്? ആദ്യത്തെ പ്രാർത്ഥന അറിയാമോ? ഓം നമഃശിവായ, ശരണമയ്യപ്പ, ഓം നാരായണായ ഒന്നുമല്ല. ആദ്യം പ്രാർത്ഥിച്ചത് എന്താണ്? ആദ്യം പ്രാർത്ഥിച്ചത് വേദങ്ങളുടെ മൂലമന്ത്രമാണ്. വേദങ്ങളുടെ മൂലമന്ത്രം എന്താണെന്നറിയാമോ? സൂര്യഗായത്രിയാണ്. സൂര്യഗായത്രി എന്താണ്? സൂര്യഗായത്രി എന്താ പറയുന്നത്? ഏതൊന്നും ദൈവമേ ദൈവമേ എനിക്ക് ലോട്ടറി ലഭിച്ചു തരണമെന്നാണ്. ഇങ്ങനെയാണല്ലോ ഇപ്പൊ പ്രാർത്ഥന. ഈ നമ്മുടെ നാട്ടിലുള്ള ഭക്തന്മാരല്ല ഇപ്പൊ ദൈവത്തെ കൊണ്ട് കൊട്ടേഷൻ കൊടുക്കല. ദൈവമേ എനിക്കത് വേണം, എനിക്ക് SLC ജയിപ്പിച്ചു തരണം. എന്റെ നാട്ടിലൊരു അമ്പലത്തിൽ കഴിഞ്ഞ SLC റിസൾട്ട് വരുന്നതിന്റെ അന്ന് രാവിലെ ഭയങ്കര തിരക്ക്. നീലക്കരിങ്കാലി അമ്പലത്തിൽ ഭയങ്കര തിരക്ക്. എന്താ? ഞാൻ അന്വേഷിച്ചപ്പോ പറഞ്ഞു ഇന്ന് SLC റിസൾട്ടാണ്. അവിടുത്തെ പൂജാരി എന്റെ സുഹൃത്താണ്. അദ്ദേഹം പറഞ്ഞത് 100, 200, 500 എല്ലാം ഇട്ടിട്ട് കുട്ടികൾ പ്രാർത്ഥിച്ച് SLC ജയിപ്പിച്ചു. കൂടുതൽ A+ വേണം. ഞാനത് കേട്ടിട്ട് ഒറ്റ ചിരിയിരിച്ചു. അപ്പൊ എന്റെ കൂടെ എന്റെ മോനുണ്ടായിരുന്നു. മോൻ ചോദിച്ചു, അച്ഛനതിനെ ചിരിച്ചത്? ഞാൻ പറഞ്ഞു, നീലക്കരിങ്കാളിയുടെ സ്ഥിതി ആലോചിച്ച് ചിരിച്ചതാ. എന്താ? ഇവന്റെ പേപ്പർ വാല്യുവേഷൻ 2 ആഴ്ച മുമ്പ് കഴിഞ്ഞല്ലേ? അത് മുഴുവൻ ടാബുലേഷൻ നടത്തി കടലാസിൽ എഴുതി വെച്ചു. അത് മുഴുവൻ കമ്പ്യൂട്ടറിൽ അടിച്ചു കയറ്റി. ഇനി ഇന്ന് 3 മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി എന്റർ ബട്ടൺ അമർത്തിയാൽ അത് നെറ്റിൽ അപ്ലോഡ് ആവും. അന്നേരാണ് ഇവൻ 500 കൊണ്ട കൊടുത്തിട്ട് A+ വേണമെന്ന് ആവശ്യപ്പെട്ടത്. വൈകുന്നേരം 3 മണിക്ക് മുമ്പ് തിരുവനന്തപുരത്ത് നീലക്കരിങ്കാലി എത്തണമെങ്കിൽ വന്ദേ ഭാരത് പോണ്ടി വരും. അവിടെ പോയിട്ട് ഇവൻ തെറ്റിച്ചതെല്ലാം തിരുത്തി മാർക്ക് കൂട്ടിയിടണമെങ്കിൽ ഈ കമ്പ്യൂട്ടറിന്റെ അകത്ത് കയറണ്ടേ? കമ്പ്യൂട്ടറിന്റെ അകത്ത് കയറണമെങ്കിൽ പാസ്വേഡ് അറിയണം. പാസ്വേഡ് അറിയാതെ കമ്പ്യൂട്ടറിന്റെ അകത്ത് കയറണമെങ്കിൽ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യണം. കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്തിട്ട് അകത്ത് കയറിയിട്ട് ഇവൻ എഴുതാത്തതിന് മാർക്കിട്ട് കൂട്ടി കൊടുക്കുന്ന ആളാണ് ദൈവം എന്ന് ആരാ നമ്മളോട് പറഞ്ഞത്? മറ്റൊരു വിദ്വാൻ കഴിഞ്ഞ കൊല്ലം എന്റെ നാട്ടിലുള്ള ഒരു ചുമട്ട് തൊഴിലാളി, അവന്റെ പേര് സെബാസ്റ്റ്യൻ എന്നാണ്. അവൻ ഒരു ദിവസം ആത്മഹത്യ ചെയ്തു. എന്തിനാ ആത്മഹത്യ ചെയ്ത്? അവന്റെ ഭാര്യയോട് മക്കളോട് പോയി ചോദിച്ചു, എന്തോ വിഷയമുണ്ടോ? ഒന്നുമില്ല. എന്തിനാ മരിച്ചെന്ന് ഒരു പിടിയില്ല. അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അവിടുത്തെ സഹകരണ ബാങ്കിൽ നിന്ന് ഇയാൾ 50,000 ലോൺ വാങ്ങി. ലോൺ വാങ്ങിയിട്ട് ഓണം ബമ്പറിന്റെ 100 ടിക്കറ്റ് എടുത്തു. ഒരു ടിക്കറ്റിന് 500, 100 ടിക്കറ്റിന് 50,000 ഫുൾ ടിക്കറ്റ് എടുത്തു. എന്നിട്ട് ദിവസവും പള്ളിയിൽ പോയിട്ട് മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിക്കും, എനിക്കൊന്നും അടുപ്പിച്ച് തരട്ടെ. അവസാനം റിസൾട്ട് വന്ന് നോക്കുമ്പോൾ അടുപ്പിച്ച് കുറെ നമ്പർ കിട്ടുമ്പോൾ കുറച്ച് പൈസ കിട്ടുമല്ലോ. 1,800 കിട്ടി. 50,000ന്റെ ടിക്കറ്റ് എടുത്തിട്ട് 1,800 കിട്ടി. ഈ ലോണ് തിരിച്ചടക്കാൻ പറ്റിയില്ല. ഒന്നും കിട്ടാത്തതിന്റെ സങ്കടം ഇയാൾ ആത്മഹത്യ ചെയ്തു. ഈ വിദ്വാൻ എന്താ കരുതിയത്? ഇവന്റെ ലോട്ടറി ടിക്കറ്റിന്റെ നമ്പറും കുറിച്ചെടുത്തിട്ട് ദൈവം തിരുവനന്തപുരത്ത് ലോട്ടറി നറുക്കെടുക്കുന്ന ആഫീസിൽ പോയിട്ട് ഇവന്റെ നമ്പറിന് മിഷനാണ് നറുക്കെടുക്കുന്നത്. മിഷനിൽ കയറി ഈ നമ്പർ തെറിപ്പിച്ചു കൊടുക്കുന്നു. നേരത്തെ നമ്പർ മനസ്സിലാക്കിയിട്ട് ആ നമ്പറിന് ലോട്ടറി എടുപ്പിച്ചു കൊടുത്ത ഒരൊറ്റ ദൈവത്തെ അറിയാമോ? നിങ്ങൾക്കറിയാം. ആ ദൈവം കിൽക്ക സിനിമയിലെ രേവതിയാ. കിൽക്ക സിനിമയിൽ രേവതി ഇന്നസെന്റിന്റെ ലോട്ടറിന്റെ നമ്പർ കുറിച്ചെടുത്തിട്ട് കിട്ടുന്നേട്ടാ കാമധേനുവിന്റെ ഫലം എന്ന് പറഞ്ഞിട്ട് ആ ടിക്കറ്റിന് ലോട്ടറി എടുപ്പിച്ചു കൊടുക്കുന്നില്ലേ? ഈ പണി എടുക്കുന്ന ആളാണ് ദൈവം. ദൈവം എന്ന് പറയുന്നത് നമ്മളുടെ ദാസ്യപ്പണി ചെയ്യുന്ന ആളല്ല. നമ്മൾ പറഞ്ഞതനുസരിച്ച് കാര്യങ്ങൾ നടത്തിക്കുന്ന ആളല്ല. ദൈവം എന്ന് പറയുന്നത് പ്രകാശം ഇങ്ങോട്ട് ഏറ്റുവാങ്ങുന്ന പ്രകാശമാണ്. ദൈവം പ്രകാശമാണ്. എന്റെ മനസ്സിന്റെ പ്രകാശത്തെ മാംസത്തിന്റെ പ്രലോഭനങ്ങളിൽ നിന്ന് മോചിപ്പിക്കുവാനാണ് പ്രാർത്ഥിക്കുന്നത്. മാംസം നമുക്കെല്ലാവർക്കും ഉണ്ട്. മൃഗങ്ങളെ പോലെ തന്നെയുള്ള മാംസമുണ്ട്. മജ്ജയും മാംസവും രക്തവും അസ്ഥിയും ഹോർമോണുകളും നമ്മുടെ ശരീരത്തിലുണ്ട്. ഈ മാംസത്തിൽ നിന്ന് നമ്മുടെ മനസ്സിനെ ഉയർത്തുമ്പോൾ നമ്മൾ ഭക്തനാകുന്നു. അതാണ് അയ്യപ്പന്റെ പ്രാർത്ഥനയിൽ ഏറ്റവും മനോഹരമായ പ്രാർത്ഥന.
മനസ്സിനെ മാംസത്തിൽ നിന്നുയർത്തേണമേ. മലയിൽ